പാലക്കാട് നമ്മളെ ആകെ ഞെട്ടിച്ച വല്ലാതെ വേദനയിലാക്കിയ സംഭവമായിരുന്നു കല്ലടിക്കോട് 3 കുട്ടികൾ മുങ്ങി മരിച്ച സംഭവം. ഈ കുഞ്ഞുങ്ങളുടെ സംസ്കാരം ഇന്ന് നടക്കും. ഇന്നലെ വൈകിട്ടാണ് തുടിക്കോട് ഉന്നതിയിലെ രാധിക, പ്രദീപ്, പ്രതീഷ് എന്നിവർ സമീപത്തുള്ള ചിറയിൽ മുങ്ങി മരിച്ചത്. 7, 5, 3 വയസ്സാണ് ഈ കുട്ടികളുടെ പ്രായം. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി 9 മണിയോടെ മൃതദേഹങ്ങൾ കുടുംബത്തിന് കൈമാറും. ഇക്ബാൽ അറയ്ക്കലുണ്ട്. ഇക്ബാൽ അറയ്ക്കൽ അവിടെ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് കല്ലടിക്കോട് 3 ഏക്കറിൽ 3 കുട്ടികൾ പെട്ട് മരിച്ച ചിറയാണ് ഈ കാണുന്നത്. കല്ലടിക്കോട് 3 ഏക്കറിന് സമീപം തുടിക്കോട് എന്ന് പറയുന്ന മേഖലയിലാണ് ഈ ചിറയുള്ളത്. ഈ ചിറയിലാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ 3 കുട്ടികളുടെയും മൃതദേഹം കണ്ടെത്തുന്നത്. ചിറയ്ക്ക് സമീപത്തായി തന്നെയാണ് ഈ കുട്ടികളുടെ വീടുള്ളത്. ഇന്നലെ രാവിലെയോടുകൂടി ഈ തുടിക്കോട് സ്വദേശികളുടെ മക്കളായിട്ടുള്ള രാധിക, അതുപോലെ തന്നെ പ്രദീപ്, പ്രതീഷ് എന്നിവർ കളിക്കാൻ വേണ്ടിയാണ് ഈ ചിറയുടെ ഭാഗത്തേക്ക് എത്തുന്നത്. പക്ഷേ ഇന്നലെ വൈകുന്നേരമായിട്ടും ഈ 3 കുട്ടികളും വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല. തുടർന്നാണ് വൈകുന്നേരത്തോടുകൂടി നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ഈ കുട്ടികളെ തിരഞ്ഞുകൊണ്ട് ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ചിറയുടെ ഭാഗത്ത് ഈ കുട്ടികളിൽ ഒരാളുടെ ചെരുപ്പ് കണ്ടെത്തുന്നത്. അങ്ങനെ ഒരു സംശയം തോന്നി പരിശോധന നടത്തുന്നതിനിടയിലാണ് ഈ കുട്ടികളിൽ 2 പേരുടെ മൃതദേഹങ്ങൾ ഈ ചിറയിൽ നിന്നും കിട്ടുന്നത്. ആദ്യം ലഭിച്ചത് പ്രദീപ്, പ്രതീഷ് എന്നീ പറയുന്ന സഹോദരങ്ങളുടെ മൃതദേഹങ്ങളാണ്. പിന്നീട് കൂടുതൽ നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ തന്നെ പിതൃ സഹോദരിയായിട്ടുള്ള രാധികയെ കൂടി ഈ ചിറയിൽ നിന്നും നാട്ടുകാർ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ 3 പേരെയും നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കളുടെയും നേതൃത്വത്തിൽ സമീപത്തെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി. ആദ്യം തച്ചമ്പാറയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രാധികയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഉടൻ തന്നെ പ്രദീപിനെയും പ്രതീഷിനെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും ഈ 2 കുട്ടികൾ കൂടി മരണപ്പെടുകയായിരുന്നു. കളിക്കാൻ വരാനുണ്ട്, എൻ്റെ പിള്ളേരും ഇവരൊക്കെ കളിക്കാൻ വരുന്നുണ്ട്. ഞാൻ കണ്ടു കഴിഞ്ഞാൽ കയറ്റിവിടും. അങ്ങനെയാണ്. ഇന്നലെ ഞാൻ ഇല്ലാത്ത കാരണം കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയി. ചിറ സാധാരണ നാട്ടുകാരെല്ലാവരും ഉപയോഗിക്കുന്നൊരു ചിറയാണോ? അല്ല, വെറുതെ ഇങ്ങനെ നിറഞ്ഞിരുന്ന സ്ഥലമാണ്. അത് ഇപ്പൊ ഈ അടുത്തതായിട്ട് തോണ്ടിയതാണ്. ഞാൻ ശ്രദ്ധിക്കും, പക്ഷെ ഇന്നലെ ഇവരാരും ശ്രദ്ധിച്ചിട്ടില്ല, നോക്കിയില്ല. അതാണ് സംഭവം. നേരത്തെ ഇവിടെ ഈ ചിറയിൽ ആരെങ്കിലും പെട്ടതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ട്? പട്ടിട്ടില്ല. എൻ്റെ പേരക്കുട്ടി ഒന്ന് ചെറുതായിട്ട് തോണ്ടിയപ്പോൾ ഒന്ന് പെട്ടതാണ്. അപ്പോൾ ഞങ്ങൾ കയറ്റി വിട്ടു. അതിനുശേഷം ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഇന്നലെ ഈ കുട്ടികൾ കളിക്കാൻ പോയത് അറിഞ്ഞിട്ടില്ല. അവർ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ കരഞ്ഞുകൊണ്ട് വിളിക്കുന്നു. അപ്പോൾ ഓടി വരുമ്പോൾ കുട്ടികളിങ്ങനെ വെള്ളത്തിൽ കിടക്കായിരുന്നു. അപ്പം 2 കുട്ടികൾ ഫസ്റ്റ് എടുത്തു, പിന്നെ ഒരു കുട്ടി അടിയിൽ താഴെ കിടക്കുക. പെൺകുട്ടിയാണ്. കുറച്ച് നേരം തിരഞ്ഞു കഴിഞ്ഞിട്ട് പെൺകുട്ടീനെ കിട്ടിയത്. ലാസ്റ്റ് പെൺകുട്ടീനെ കിട്ടുന്നത്. നല്ല കുഴിയുണ്ട്, നല്ല ചളിയുണ്ട്. 2 ആൾക്കടുത്ത് ഹൈറ്റ് ഉണ്ട് ഓരോ ഭാഗത്ത്. അങ്ങനെ അത്രയും ഇതാണ്. പിന്നെ അടിയിലേക്ക് നമുക്ക് പോലും ചവിട്ടാൻ പറ്റില്ല, അത്രയ്ക്ക് ചളിയാണ്. അറിയാതെ ഇറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും പറ്റിയത്. അത് ഉച്ചമുതൽ അവർ കാണുന്നില്ലായിരുന്നു, അവർ അന്വേഷിച്ച് നടക്കണ്ടായിരുന്നു. വലിയൊരു ചിറയാണ്, അടുത്ത കാലത്ത് നവീകരിച്ചിട്ടുള്ള ചിറയാണ്. ഈ ചിറയിൽ വലിയ കുഴികളുണ്ട്, ചെളി നിറഞ്ഞിരിക്കുകയാണ്. ഈ ചെളിയിൽപ്പെട്ട് ഈ കുഴികളിലേക്ക് കുട്ടികൾ മുങ്ങിപ്പോയതാണെന്നാണ് നാട്ടുകാർ അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളെല്ലാം പറയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ കുട്ടികളുടെ മൃതദേഹങ്ങൾ ഈ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ ഉണ്ടാവുക. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ, ഇൻ റിപ്പോർട്ടർ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലുള്ള ചിറയും കുളവും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളെ കളിക്കാൻ വിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധ വേണം. അവിടെ രക്ഷിതാക്കൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ. 2 ആൾ പൊക്കമുള്ള ചിറയിലാണ് ഈ കുഞ്ഞുങ്ങൾ വീണത്.